യോശുവായുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം 2-ാം ഭാഗം. ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവന്റെ രക്തം അവന്റെ തലമേൽ ഇരിക്കും. യെരിഹോവിനെ ആക്രമിക്കാനൊരുങ്ങുന്ന ഇസ്രായേൽ ജനവുമായി രാഹാബും അവളുടെ കുടുംബവും ഒരു ഉടമ്പടി ചെയ്തു. സർവശക്തനായ ദൈവത്തെ അംഗീകരിക്കുകയും ഭയപ്പെടുകയും ചെയ്ത രാഹാബ് തൻ്റെ പട്ടണം നശിക്കുവാൻ തുടങ്ങുന്നതറിയുമ്പോൾ അവരോട് കൂടെ നശിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിൽ ആശ്രയിച്ചു. അവളുടെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് ദൈവം അവസരം നൽകുകയും ചെയ്തു. എന്നാൽ അതിൽ ചില വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് പട്ടണം ആക്രമിക്കപ്പെടുമ്പോൾ അവർ വീടിന് പുറത്തിറങ്ങരുത് എന്നത്. യേശുക്രിസ്തുവിൽ ഒരു ദൈവപൈതലിന് ലഭിക്കുന്ന വിടുതലും സംരക്ഷണവും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലോകം മുഴുവൻ ദൈവിക ശിക്ഷാവിധിക്ക് പാത്രമാകുമ്പോൾ അതിൻ്റെ മധ്യത്തിലും ക്രിസ്തുവിൻ്റെ രക്ഷയിൽ ആശ്രയിക്കുന്നവർ വിടുവിക്കപ്പെടും. അപ്പോൾ തന്നെ ക്രിസ്തു എന്ന വീടിനുള്ളിലായിരിക്കുന്നിടത്തോളമാണ് ദൈവിക സുരക്ഷ സാധ്യമാകുന്നത്. പെട്ടകത്തിൽ കടന്ന നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചതുപോലെയും കുഞ്ഞാടിന്റെ രക്തത്താൽ കട്ടളക്കാൽ രണ്ടും കുറുമ്പടിയും മുദ്രയിട്ട മിസ്രയീമിലെ ഇസ്രായേല്യരുടെ ഭവനങ്ങൾ സംഹാരകനിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതുപോലെയുമാണ് അത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ എന്ന് കൊരിന്ത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നത് 2 കൊരിന്ത്യർ 13:5 വായിക്കുന്നു. നമ്മുടെ ജീവിതം ക്രിസ്തുവിലായിരിക്കുന്നുവെന്നും അങ്ങനെ നാം സുരക്ഷിതരായിരിക്കുന്നുവെന്നും ഉറപ്പുവരുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.